സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. നെഗറ്റീവായിട്ട് കരുതണ്ട, പോസിറ്റീവായിട്ട് തന്നെ എടുത്താൽ മതി. കാരണം സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ റെസഷൻ എന്ന് പറയുന്നത് അത്ര ഭീകരമായൊരു സംഗതിയൊന്നുമല്ല, സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഇന്ന് പറയാൻ പോകുന്നത് റെസഷൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു സാധാരണ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചിലവുകൾ കുറക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം വഴികളിലൂടെയാണോ ചിലവ് കുറക്കാൻ പറ്റുന്നത് ആ വഴികളിലൂടെ എല്ലാം ചിലവ് കുറക്കുവാൻ ശ്രമിക്കുക. ജോലിക്കാരെ കുറയ്ക്കാം, വാടകയ്ക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബിൽഡിംഗ് മുതലാളിയുമായിട്ട് വിലപേശാം, റോ മെറ്റീരിയലുകൾ വില കുറച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ പോകുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈ റവന്യൂ. നമ്മുടെ വരവ് എന്ന് പറയുന്നത് ഒറ്റ വഴികളിൽ നിന്നാക്കുന്നതിന് പകരം പല വഴികളിലൂടെ നമുക്ക് ഇൻകം വരുന്ന രൂപത്തിൽ ചിന്തിക്കുക. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ അതിന് പകരം സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ചിലർക്ക് വേണ്ടി വരും, അവർക്ക് കൊടുക്കുക, അവർക്ക് വിറ്റിട്ട് പണം വാങ്ങുക. ചിലപ്പോൾ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ വേണ്ടി വരും, ഉപോൽപ്പന്നങ്ങൾ ചിലവർക്ക് വേണ്ടി വരും, അത് കൊടുക്കുക. ഇനി അതല്ല എങ്കിൽ വേറൊരാൾക്ക് നമ്മുടെ ഉൽപ്പന്നം അവരുടെ പേരിൽ അടിച്ചു കൊടുക്കേണ്ടി വരും, അവരുടെ പേരിൽ ഇറക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്നതിന് പകരം, ഒരു സോഴ്സ് ഓഫ് റവന്യൂ എന്നതിന് പകരം മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് റവന്യൂ, അതിനെപ്പറ്റി ചിന്തിക്കുക. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഡെപ്റ്റ് മാനേജ്മെൻ്റ് ആണ്. കടം വീട്ടുവാനുള്ളത് എത്രയും നേരത്തെ വീട്ടുക, കടം നമുക്ക് കിട്ടാനുള്ളത് അത് എത്രയും നേരത്തെ വാങ്ങുക. അങ്ങനെ ആകുമ്പോൾ ഈ റെസഷൻ ഓവർകം ചെയ്യാൻ നമുക്ക് കൂടുതൽ ഊർജ്ജമുണ്ടാകും, നമുക്ക് റിസോഴ്സ് ഉണ്ടാകും. നാലാമത്തേത് എന്ന് പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സർപ്ലസ് ആയിട്ട് ഒരു റിസർവ് എമൗണ്ട് എപ്പോഴും കരുതി വെക്കുക. റെസഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അവിചാരിതമായിട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒരു പോർഷൻ ഓഫ് മണി നമ്മൾ സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ പറ്റും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ഇൻവെൻട്രി ഏറ്റവും കുറഞ്ഞ ഇൻവെൻട്രി ആയിട്ട് വയ്ക്കുക. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മാനുഫാക്ചറിങ് കമ്പനിയായ ടൊയോട്ട, അവരെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറ്, അവരെപ്പറ്റി എപ്പോഴും ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലുള്ളവർ പറയാറ്, സീറോ ഇൻവെൻട്രിയിലാണ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നടക്കുക എന്നുള്ളതാണ്. അസംസ്കൃത വസ്തുക്കൾ കൂടുതലായിട്ട് വാങ്ങിയിട്ട് നമ്മുടെ വെയർഹൗസിലോ നമ്മുടെ ഫാക്ടറിയിലോ സൂക്ഷിച്ചിട്ട് ആ സൂക്ഷിക്കുവാനുള്ള എമൗണ്ടും ആ സൂക്ഷിക്കുവാനുള്ള ചിലവും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ വാടകയും അതിൻ്റെ കോസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് വലിയ ചിലവ് വരും. അതിന് പകരം എത്രയാണോ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇൻവെൻട്രി, അത് മാത്രം അസംസ്കൃത വസ്തുക്കളുടെ ഇൻവെൻട്രി എത്ര കുറവാണോ വേണ്ടത് അത്രയും കുറവാക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിലേക്ക് മാത്രം വാങ്ങുക എന്നുള്ളതാണ് അവസാനത്തെ പോയിന്റ്.